ആഗോള സമുദ്ര ഗതാഗതത്തിലെ നിർണായക ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ചാലുകൾ നിയന്ത്രിക്കാൻ ഇറാൻ പുതിയ സംവിധാനം ഒരുക്കുകയാണ്. ഈ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെയുള്ള കപ്പൽ നീക്കങ്ങൾക്കായി ഇറാൻ ഒരു പ്രത്യേക റൂട്ട് അന്തിമമാക്കിയിട്ടുണ്ട് എന്നാണ് ഇറാൻ പാർലമെന്റിന്റെ ദേശീയ സെക്യൂരിറ്റി സമിതി തലവൻ ഇബ്രാഹിം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പുതിയ സംവിധാനത്തിന് കീഴിൽ നൽകുന്ന ഒരു പ്രത്യേക സേവനങ്ങൾക്കായി കപ്പലുകളിൽ നിന്നും ആവശ്യമായ ഫീസ് ഈടാക്കാനും ഇറാന് പദ്ധതിയുണ്ട്. അമേരിക്കൻ നേതൃത്വത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം എന്ന സമുദ്ര സംരംഭത്തിന് ഈ പാത ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് അസീസി വ്യക്തമാക്കി. തങ്ങളുടെ സ്വാധീനം തകർക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇറാന്റെ ഈ നീക്കം. ഇറാനുമായി സഹകരിക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ പുതിയ റൂട്ടിന്റെ പ്രയോജനം ലഭിക്കൂ. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ പേര് നേരിട്ട് പറഞ്ഞില്ല എങ്കിലും ശത്രുതയുള്ള രാജ്യങ്ങൾക്ക് ഈ ജലപാത അടച്ചിടുമെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായുള്ള ചർച്ചകൾ തുടരാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം സന്നദ്ധത അറിയിച്ചതായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരജായി വ്യക്തമാക്കി. ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിനു ശേഷം ഡൽഹിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അമേരിക്കയുമായി ഇപ്പോഴും ഭീഷണികൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും പുതിയ സന്ദേശങ്ങൾ ചർച്ചകൾക്കുള്ള വാതിലുകൾ തുറന്നിടുന്നു. ഇറാനുമായി നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്കൊഴികെ മറ്റെല്ലാവർക്കും ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ ചാനലായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ തടസ്സപ്പെടുത്തിയത്, അതായത് ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെയും 1/5 കടന്നുപോകുന്ന ഈ ജലപാത അടഞ്ഞുകിടക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായി. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും നാണയപ്പെരുപ്പത്തെയും ദോഷകരമായി ബാധിച്ചതാണ് ട്രംപിനെ പോലും ഒത്തുതീർപ്പുകളെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. അമേരിക്കയുടെ ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും നേരിടാൻ ഇറാൻ എക്കാലത്തും കരുത്തു പകരുന്നത്, അതായത് ഇറാനു വേണ്ടി കരുത്തു പകരുന്നത് ചൈനയുമായുള്ള അവരുടെ സാമ്പത്തിക തന്ത്രപരമായ പങ്കാളിത്തമാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ട്രംപ് നടത്തിയ ഉഭയകക്ഷി ചർച്ചകളിൽ പ്രധാന അജണ്ടയും ഇറാൻ തന്നെയായിരുന്നു. ചൈനീസ് സ്വാധീനം ഉപയോഗിച്ച് ഇറാനെ ചർച്ചകളുടെ മേശപ്പുറത്ത് എത്തിക്കുവാനും ഹോർമുസ് തുറപ്പിക്കുവാനും ട്രംപ് ഷീ ജിൻപിങ്ങിന്റെ സഹായം തേടേണ്ടി വന്നു അതായത് ഈ സഹായം ആവശ്യപ്പെടേണ്ടി വന്നത് എന്നത് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥ മാറിയതിന്റെ ഒരു വ്യക്തമായ തെളിവ് കൂടിയാണ്. 20 വർഷങ്ങൾക്ക് ആണവ പദ്ധതി നിർത്തിവെച്ചാൽ മതി എന്ന ട്രംപിന്റെ മൃദു സമീപത്തിന് പിന്നിൽ ചൈനയിൽ നടന്ന ഈ രഹസ്യ നയതന്ത്ര ചർച്ചകളുടെ സ്വാധീനമുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്.